ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവു കാണണം, പൂക്കളോടു പൂക്കളെ തിരക്കണം, രാക്കിളിക്കു കൂട്ടുപാട്ടു പാടണം, കായലിൽ കിനാവു കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. മക്കളെ, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്ന അതിമനോഹരമായൊരു കവിതയാണത് അല്ലേ. മലയാളത്തിൻ്റെ പ്രിയ കവിയാണ് കുരീപ്പുഴ ശ്രീകുമാർ. അപ്പോൾ ഈ ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം അതെവിടെയാണ്? നഗരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും ഫാത്തിമത്തുരുത്തിലേക്കുള്ള ദൂരം എന്താണ്? ദൂരം എന്ന ടീച്ചർ ഉദ്ദേശിച്ചത് മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മനോഹരമായ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത്. നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മൾ എവിടേക്ക് പോവുകയാണ്? കവിയുടെ കൂടെ ഫാത്തിമത്തുരുത്തിലേക്ക് യാത്രയാവുകയാണ്. അവിടെ എന്താ കാണുന്നത്? ആ ഒരു തുരുത്ത് എന്ന് പറയുന്നത് കായലിൻ്റെ ഇടയിലുള്ള അല്ലേ, കായലിൻ്റെ നടുക്കുള്ള ഒരു കരഭാഗമാണ്, ചെറിയൊരു കരഭാഗം. എന്നാൽ ദ്വീപാണോ എന്ന് ചോദിച്ചാൽ ദ്വീപല്ല, ദ്വീപിനെക്കാട്ടും ചെറിയൊരു കരഭാഗമാണ് തുരുത്ത് എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് വഞ്ചിയിലിരുന്നു കൊണ്ട് നിലാവ് കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. അതൊക്കെ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഫാത്തിമത്തുരുത്തിൻ്റെ മനോഹാരിത മാത്രമല്ല, അവിടെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. കൂരകളിൽ അസുഖം ബാധിച്ച് കിടന്നലറുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു സ്നേഹൌഷധം, ജീവിതൌഷധം നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ കവി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലുള്ള നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലല്ലാതെ പല സാഹചര്യങ്ങളിലും ജീവിക്കുന്നവരുണ്ട് എന്നും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിതയാണ് ഫാത്തിമത്തുരുത്ത്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് മാത്രമല്ല കേട്ടോ, USSൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന കവിതയാണ്. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് സൈലത്തിന്. ഒരുവിധം എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. എന്നാൽ ജോയിൻ ചെയ്യാത്ത പലരും ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ അല്ലേ. അവരോടൊക്കെ ഒന്ന് പറയാം, നമുക്ക് ഇപ്പോൾ പൂജ ഹോളിഡേയ്സ് ഒക്കെ വരികയാണ്. അപ്പോൾ ഈ ഒരു പൂജ ഡേയ്സ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഓഫർ വരുന്നുണ്ട്. VDM15 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മുടെ ഈ ഒരു സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് VDM50 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് 15% ഓഫറോട് കൂടി നമുക്ക് അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. പ്രത്യേകതകളൊന്നും ഞാൻ പറയണ്ടല്ലോ അല്ലേ. അടിപൊളി ക്ലാസ് ആണ്. മാത്രമല്ല ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും താഴേക്ക് നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ വിളിച്ച് ചോദിക്കുക. നമുക്ക് ബാച്ചിൽ കാണാം കേട്ടോ.